രാവിലെ മുതൽ കുളിച്ചൊരുങ്ങി വന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല മലയാളത്തിൽ അക്ഷരസ്ഫുടതയോടുകൂടി പച്ചക്കള്ളം പറയാൻ വേണ്ടി മാത്രം വരുന്ന ഒരു മാധ്യമ പ്രവർത്തകയായി മാറുകയാണ് റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതി. കുറെ കാലങ്ങളായിട്ട് കാണുകയാണ്. അവർക്കൊരു രാഷ്ട്രീയം. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് നാട്ടിൽ പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ്. എങ്ങനത്തെ പ്രതിഷേധം? പൃഥ്വിരാജിനെതിരെയാണ് കൂടുതലും. ആ പൃഥ്വിരാജ് വർഗീയവാദിയാണ്. ഈ സിനിമ ജിഹാദി സിനിമകളാണ്. ജിഹാദികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ടാണ് പൃഥ്വിരാജ് ഇങ്ങനെ ഒരു സിനിമ എടുത്തത്. തീവ്രവാദികൾ വിഭാഗം പറയുന്നത് പൃഥ്വിരാജ് തീവ്രവാദിയാണെന്നും ജിഹാദികളിൽ നിന്ന് പൈസ വാങ്ങിച്ചാണ് ഈ സിനിമ ചെയ്തതെന്നൊക്കെ പറയുന്ന അവരെ വാദങ്ങൾക്ക് വീണ്ടും തീ വെച്ചു കൊടുക്കുന്ന രീതിയിൽ ഈ സ്ത്രീ പറയുകയാണ് മോഹൻലാലിനെ പൃഥ്വിരാജ് മനഃപൂർവ്വം എങ്ങനെ ഈ തീവ്രവാദികളുടെ സിനിമയിൽ മനഃപൂർവ്വം കൊണ്ട് പൃഥ്വിരാജിനെ പെടുത്തിയതാണെന്നാണ്, മോഹൻലാലിനെ പൃഥ്വിരാജ് പെടുത്തിയെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിൽ പൃഥ്വിരാജ് ആണല്ലോ ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംവിധായകന്റെ കലയാണ്. സംവിധായകന്റെ മുന്നിൽ നിൽക്കുന്ന, സംവിധായകൻ പറയുന്നത് അതെല്ലാം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആക്ടർ മാത്രമാണ് ഞാൻ എന്ന് എന്റെയും പ്രിയപ്പെട്ട ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ സിനിമകളിലും അദ്ദേഹം ചെയ്യാറുള്ളതും അതാണ്. സംവിധായകൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കൊണ്ടുള്ള ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊടുക്കുക. അതാണ് മോഹൻലാൽ ഓരോ ചിത്രങ്ങളിലും ചെയ്യുന്നത്. ആ കഥാപാത്രത്തെ സിനിമയെക്കാളേറെ ആളുകൾ ഇഷ്ടപ്പെടുന്നതും ആരാധകർ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരിൽ മോഹൻലാലിനെ അതേ പേര് വിളിച്ച് അങ്ങനെ കുറെ കാലം ആ ആരാധനയോടെ ആ പേര് തന്നെ വിളിക്കുന്നതുമൊക്കെ പണ്ട് മുതലെയുള്ള ചിത്രങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇത്രയും തലപ്പൊക്കമുള്ള, ഇത്രയും സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിൽ കയറിക്കൂടിയ മോഹൻലാലിന് ഇത്രയും ചീത്തവിളി കേൾക്കുന്നത് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത്രയും ചീത്തവിളി മോഹൻലാലിന് കേൾക്കേണ്ടി വരുന്നത്. മോഹൻലാൽ തന്നെ എന്നിട്ട് ഇക്കാര്യത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഞാൻ ഈ സിനിമ ഇതുവരെ കണ്ടില്ല, ഞാൻ ആ തിയേറ്ററിൽ പോയാണ് ആദ്യമായിട്ട് ഈ സിനിമ കണ്ടതെന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ആക്ടറാണ്. മോഹൻലാലിന്റെ ഒരു ഗതികേട് ആലോചിക്കണം. പൃഥ്വിരാജ് എത്ര ക്ലവർ ആയിട്ടാണ് ഇതിനെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നു. സിനിമയ്ക്ക് ഒരു പ്രിവ്യൂ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അതും ഇത്രയും വലിയ ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. ഒരു ബിഗ് ബജറ്റ് ചിത്രം മാത്രമല്ല, വർഷങ്ങളെടുത്ത ചിത്രീകരണം. 2019 ഒരു പടത്തിന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ്. അതിന് ഇത്രയും ആന്റിസിപ്പേഷൻ ഉണ്ടാക്കിയ ഒരു സിനിമ, അതിന്റെ ഒരു പ്രിവ്യൂ വേണ്ട എന്ന് പൃഥ്വിരാജ് തീരുമാനിക്കുമ്പോൾ അതിനായി പറയുന്ന ന്യായം കേൾക്കുമ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലാകണമല്ലോ. സിനിമ കണ്ടിരുന്നില്ല എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. പക്ഷേ ഈ സിനിമയുടെ നിർമ്മാതാവ് പറയുന്നത് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു, ഞങ്ങൾക്കെല്ലാം അറിയാതൊരു സിനിമ സംഭവിക്കുന്നില്ല, നിർമ്മാതാവിന് നടന്നു അറിയാതൊരു സിനിമ സംഭവിക്കുന്നില്ല എന്നും ഈ കഥ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നെന്നും ഇപ്പോൾ ഒരു വിഭാഗത്തിന് അതിൽ വിഷമം ഉണ്ടാകുമ്പോൾ നമ്മുടെ സിനിമ കൊണ്ട് ആർക്കും ഒരു വിഭാഗത്തിന് ബുദ്ധിമുട്ട് തോന്നരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ നിർമ്മാതാവിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഈ സ്ത്രീ പറയുന്ന കള്ളം എത്രത്തോളം പച്ചക്കള്ളമാണ് ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ഇതൊരു ജിഹാദി സിനിമയാണെന്നും തീവ്രവാദി സിനിമയാണെന്നും എന്ന് വാദിക്കുന്നവരുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ ഈ സമൂഹത്തിൽ പരത്താൻ വേണ്ടിയിട്ട് ഈ സുജയ പാർവതി എന്ന് പറയുന്ന സ്ത്രീ ശ്രമിക്കുന്നത് നമുക്ക് ആ നിർമ്മാതാവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും. കണ്ടുനോക്കാം. അല്ല, അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. കാരണം എല്ലാവരുടെയും സമ്മതം അതിന് ആവശ്യമാണ്. ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത്. ഇതിനകത്ത് അങ്ങനത്തെ കോൺട്രവേഴ്സി. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യം. എനിക്ക് എന്നോട് പറയാൻ ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളെ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇതാണ് ഈ സിനിമയുടെ നിർമ്മാതാവിനും പറയാനുള്ളത്. ഞങ്ങൾക്കെല്ലാം കഥ അറിയാമായിരുന്നെന്നും ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഞങ്ങൾ എല്ലാവരും കൂടി തന്നെയാണെന്നും മറ്റുള്ളവർക്കും വിഷമം ഉണ്ടാവേണ്ടെന്നും അല്ല പൃഥ്വിരാജിന് മാത്രം ഇതിന് റോളൊന്നും ഇല്ലാന്നും ആ നിർമ്മാതാവ് വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പൊ ഈ സുജയ പാർവതി ഒരു ചാനൽ പ്രവർത്തക, ഒരു അവതാരക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ ആ രാഷ്ട്രീയത്തിന്റെ അവരുടെ ആദർശങ്ങളെ ഇങ്ങനെ പടർത്തുന്നതിന് വേണ്ടിയിട്ട് പച്ചക്കള്ളം പറയുന്ന, അല്ലെങ്കിൽ ഈ നാട്ടിലൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്ന് തീവ്രവാദിയായ ചിത്രീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ, പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു നടനെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന ഘട്ടത്തിൽ അതിനെതിരെ സംസാരിക്കേണ്ട ഒരു മാധ്യമ പ്രവർത്തക വന്നിരുന്നിട്ട് അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഒരു മാധ്യമ പ്രവർത്തക ചെയ്യേണ്ട മാധ്യമധർമ്മം. ഇത്തരം മാധ്യമപ്രവർത്തകരെ, ഇവിടെ ഒരുപാട് മാധ്യമപ്രവർത്തകന്മാരും പ്രവർത്തകന്മാരും ഉണ്ട്. പക്ഷെ ഇത്തരം ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ട കാലം കഴിഞ്ഞു. ഈ സമൂഹത്തിൽ ഇത്തരം തെറ്റിദ്ധാരണ നടത്തുന്ന ഏതൊരാളെയും നമ്മൾ ഒറ്റപ്പെടുത്തേണ്ട കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.